എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ട സൗത്ത് ഇന്ത്യൻ ഫിൽറ്റർ കാപ്പിയുടെ ഒരു വീഡിയോ ആയിട്ടാണ്. വീട്ടിലെങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് കാപ്പി ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ഇതൊരു ഫിൽറ്റർ കാപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രഡീഷണലായിട്ട് ഉപയോഗിക്കുന്ന ഫിൽറ്ററാണ് ഇത്. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ കാപ്പിപ്പൊടി ഫിൽറ്റർ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഈ കാപ്പിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാപ്പിക്കുരു പൊടിച്ചതാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ അല്ല. ചെറിയ ചെറിയ ദ്വാരങ്ങളുള്ളൊരു പാത്രമുണ്ട്, അതിൻ്റെ താഴെ ഒരു ഗ്ലാസ് പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ദ്വാരങ്ങളുള്ള പാത്രത്തിലേക്ക് ആവശ്യാനുസരണം കാപ്പിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കും. അപ്പോൾ അന്നേരം ഈ കാപ്പിയുടെ സത്തെല്ലാം താഴേക്ക് ഫിൽറ്റർ ചെയ്ത് വീഴും. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് കാപ്പിപ്പൊടി ആണ്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ അല്ല ഇതിന് വേണ്ടത്. കാപ്പിക്കുരു പൊടിച്ചതാണ്. പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷായിട്ട് പൊടിച്ചും എടുക്കാം. അപ്പോൾ നമ്മളൊരു 3.5 ടീസ്പൂൺ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഈ ഒരു പ്രസ് വെച്ചിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഫിൽറ്ററിൻ്റെ അളവനുസരിച്ചിട്ട് വെള്ളം നിറയെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചെറിയൊരു ഫിൽറ്ററാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 3/4 കപ്പോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ബബിൾസൊക്കെ വരുന്നുണ്ട്. ഇനി ഇത് അടച്ച് നമുക്കൊരു 20 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളമെല്ലാം താഴേക്ക് കാപ്പിപ്പൊടിയിലൂടെ ഇറങ്ങിയിട്ട് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കോഫി കിട്ടും. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഫിൽറ്റർ കോഫി ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാലിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മൾ 2 കാപ്പിക്കാണ് ഇപ്പോൾ എടുക്കുന്നത്. 1 കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് തീരുമാനിക്കാം. മുഴുവനായിട്ട് പാലിലും ചെയ്യാം, പകുതി വെള്ളം പകുതി പാലും അങ്ങനെയും ചെയ്യാം. ഈ പാലും വെള്ളം കൂടി നന്നായിട്ട് തിളച്ചൊന്ന് കുറുക്കിയെടുക്കുക. മധുരം നമ്മളിപ്പോഴല്ല ചേർക്കുന്നത്, നമ്മൾ ഗ്ലാസ്സിലാണ് മധുരം ചേർക്കുന്നത്. പാലിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മൾ ഈ തിളച്ച പാലൊരു കപ്പിലേക്കൊന്ന് നന്നായിട്ട് പൊക്കിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പാല് നന്നായിട്ടൊന്ന് പതഞ്ഞ് നമ്മൾ കാപ്പി അടിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ മിൽക്ക് ഫ്രോത്തർ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് മുകളിലൊന്ന് ചെറുതായിട്ടിങ്ങനെ ഒന്ന് വിപ്പ് ചെയ്ത് കൊടുക്കാം. ഇതില്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് അടിച്ചെടുത്താലും മതി. അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പാലൊത്തിരി തണുത്ത് പോകരുത്. അപ്പോൾ നമ്മുടെ കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതെങ്ങനെയാണ് സെർവ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആ വെള്ളമൊക്കെ താഴേക്ക് പോയിട്ട് കോഫിയുടെ മുഴുവനായിട്ടുള്ള സത്തും താഴത്തെ ഗ്ലാസ്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കോഫിയാണ്. അപ്പോൾ നമുക്ക് ഇത്രയും സ്ട്രോങ് ആയിട്ട് വേണ്ട. അപ്പോൾ നമ്മൾ ബാക്കി പാലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. നമ്മൾ സെർവ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന ഗ്ലാസ്സിലേക്ക് ആവശ്യാനുസരണമുള്ള പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര 1 മുതൽ 1.5 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇതിലേക്കൊരു 1/4 ഭാഗത്തോളം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോഫിയുടെ മിക്സ് ചേർക്കുക, 2 ഗ്ലാസ്സിലുമായിട്ട്. കൂടുതൽ കടുപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 4-5 ടീസ്പൂൺ വരെ കോഫി പൗഡർ ചേർക്കാം. ഇതൊരു മീഡിയം കടുപ്പത്തിലാണ്. ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാല് നന്നായിട്ട് പൊക്കിച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഈ കോഫിയിലെ പഞ്ചസാരയൊക്കെ താഴെയാണ് അടിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ നമ്മൾ കുടിക്കാൻ നേരത്ത് താഴെ ഇരിക്കുന്ന പാത്രത്തിലേക്കൊന്ന് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് സെർവ് ചെയ്യാം. മുകളിലായിട്ട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന പാലിൻ്റെ പത കുറച്ച് മുകളിലായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം കുടിക്കാൻ നേരത്ത് നല്ല ചൂടോടുകൂടി തന്നെ താഴെ ഇരിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് പഞ്ചസാര അലിയിച്ചിട്ട് നമുക്ക് ചൂടോടുകൂടി തന്നെ കുടിക്കാവുന്നതാണ്. ഇൻസ്റ്റൻറ്റ് കോഫിയിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ് നമ്മൾ ഈ ഫിൽറ്റർ കാപ്പി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതുവരെ വീട്ടിലുണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഈ ഫിൽറ്റർ വാങ്ങിച്ചിട്ടുള്ളത് ആമസോണിൽ നിന്നാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഇതിനു മുൻപ് ഐക്കയുടെ ഒരു എക്സ്പ്രസോ ഫിൽറ്റർ കോഫി മേക്കറിൽ ഫിൽറ്റർ കോഫി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇത് വാങ്ങിക്കാൻ കിട്ടാത്തവർ അത് വെച്ചിട്ട് ട്രൈ നോക്കിയാലും മതി. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്